Good morning to all. In the last class, we have already learned what are the steps involved in data processing. It may consist of 5 or 6 steps. They are collection of data, then input data, storage of data, processing of data, output data, and the last one is distribution of result. Okay, then second point, we have learned the different parts of a computer, the different blocks, the basic building blocks of a computer: input unit, output unit, storage unit and central processing unit. അതിനെക്കുറിച്ചുള്ള ഒരു ഐഡിയ ആണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത്. Now we are going to study about hardware, then processor, then registers, peripherals, then memory, etc. etc. Okay. So as we know that a computer system have two major components. They are hardware and software. Okay. A system means it may have a set of components and all these components work together to attain a certain goal. That is what is called a system. We know that different types of systems: an electrical system, electromechanical system, then mechanical system, electronic system, etc. etc. So many systems. System means it have more than one components and all these components work together to attain a particular goal. ഏതെങ്കിലും ഒരു ഗോൾ അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ഒരു കൂട്ടം കമ്പോണൻസ് ചേർന്നതാണ് ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. സോ ഇൻ ദാറ്റ് കൺസെപ്റ്റ് കമ്പ്യൂട്ടർ ഈസ് ഓൾസോ എ സിസ്റ്റം. കമ്പ്യൂട്ടറിൻ്റെ വിവിധ പാർട്ടുകളുണ്ട്. അതെല്ലാം കൂടെ ചേർന്ന് ഏതെങ്കിലും ഒരു ജോബ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കമ്പ്യൂട്ടറുകൾ, ഇലക്ട്രോണിക് കമ്പ്യൂട്ടറുകൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, നമ്മൾ ഉപയോഗിക്കുന്നു. അപ്പോൾ അതിൻ്റെ മേജറായിട്ടുള്ള 2 കമ്പോണൻസ് ആണ്. ഒന്നാമത്തെ മെയിനായിട്ട് ഹാർഡ്വെയർ പാർട്ടുണ്ട്, ആൻഡ് സെക്കൻഡ് വൺ ഈസ് സോഫ്റ്റ്വെയർ പാർട്ട്. അപ്പോൾ എന്താണ് വാട്ട് ഈസ് ഹാർഡ്വെയർ? ഇവിടെ ഹാർഡ്വെയറിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ ദ ഫിസിക്കൽ കമ്പോണൻസ് ഓഫ് എ കമ്പ്യൂട്ടർ ഈസ് കോൾഡ് ഹാർഡ്വെയർ. ഹാർഡ്വെയർ കട്ടിയുള്ള, തൊടാൻ പറ്റുന്ന, ടച്ച് ചെയ്യാൻ പറ്റുന്ന, ഫീൽ ചെയ്യാൻ പറ്റുന്ന, എടുക്കാൻ പറ്റുന്ന, പൊക്കാൻ പറ്റുന്ന അങ്ങനെയുള്ള ഡിവൈസുകളെയാണ് നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ കമ്പോണൻസിനെയാണ് ഹാർഡ്വെയർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ മൗസ്, കീബോർഡ്, മോണിറ്റർ, ഹാർഡ് ഡിസ്ക്, അതുപോലെയുള്ള പ്രിൻ്റർ, സ്കാനർ, വെബ്ക്യാം, അതുപോലെയൊക്കെയുള്ള എല്ലാ ഡിവൈസുകളും ചേർന്നതാണ് ഹാർഡ്വെയർ എന്ന് പറഞ്ഞ യൂണിറ്റ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ദ ഫിസിക്കൽ കമ്പോണൻസ്, the touchable part of a computer is called hardware. Okay, see the image. Computer hardware. ഇതതിൻ്റെ ക്യാബിനറ്റ് ആണ്. മോണിറ്റർ, സ്പീക്കർ, കീബോർഡ്, മൗസ്, റീഡർ, ഹാർഡ് ഡിസ്ക്, സൗണ്ട് കാർഡ്, VGA കാർഡ്, റാം, മെമ്മറി, CPU, മദർ ബോർഡ്, ഓക്കെ, DVD, റോമിൻ്റെ ഡ്രൈവ്, ഇത് പവർ സപ്ലൈ യൂണിറ്റ്, SMPS, അങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് നമുക്ക് ടച്ച് ചെയ്യാവുന്ന, എടുക്കാവുന്ന, തൊടാവുന്ന അങ്ങനെയുള്ള ദീസ് ഹാർഡ് ടു ചേഞ്ച് ചെയ്യാൻ എളുപ്പമല്ല, അങ്ങനെ ഹാർഡായിട്ടുള്ള പാർട്ടുകളെയാണ് പറയുന്നത് ഹാർഡ്വെയർ എന്ന് പറയുന്നത്. ഓക്കെ,
Everybody knows that. What is a processor? The processor also known as CPU, Central Processing Unit, is responsible for computing and decision making. ഇതിനകത്തുള്ള എല്ലാ പ്രോസസ്സിങ്, അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ പ്രോസസ്സിങ്, കാൽക്കുലേഷൻ എല്ലാം ചെയ്യുന്നത് CPU ആണ്. ലോജിക്കൽ അതിനകത്ത് വരും, ഡിസിഷൻ, കമ്പ്യൂട്ടേഷൻ, അരിത്തമെറ്റിക് എല്ലാ കാൽക്കുലേഷൻസും ചെയ്യുന്നത് CPU ആണ്. It is sometimes called a logical chip. It contains thousands of transistors. ഇത് ഒരുപാട് ട്രാൻസിസ്റ്ററുകൾ ചേർന്ന് ആണ് നമ്മളത് ഫോം ചെയ്യുന്നത്, ചിപ്പുകൾ ഫോം ചെയ്യുന്നത്. ഇത് മദർ ബോർഡ് കണ്ടില്ലേ, അതെല്ലാം ചിപ്പാണ്. അപ്പം CPU-ൻ്റെ പാർട്ടുകളാണ്. ഇതാണ് പ്രോസസ്സിംഗ് യൂണിറ്റ്, ബ്രെയിൻ ഓഫ് ദി കമ്പ്യൂട്ടർ, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ കേട്ട് പഠിച്ചതാണ്. വളരെ ചെറിയ കുട്ടികൾക്ക് തന്നെ അറിയാം ബ്രെയിൻ ഓഫ് ദി കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്. CPU ആണ്. CPU ആണ് എൻറ്റയർ പ്രോസസ്സിംഗ് ചെയ്യുന്നത്. CPU-ൽ തന്നെയുള്ള കൺട്രോൾ യൂണിറ്റാണ് എല്ലാ ഡയറക്ഷൻസും കൺട്രോളും ചെയ്യുന്നത്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചു. എക്സാമ്പിൾസ് ഇൻറ്റലിൻ്റെ ഇപ്പം i9 വരെ ആയിട്ടുണ്ട്. കോർ i9 ഇങ്ങനെ ഓരോ ടൈമിലും അതിൻ്റെ എക്സ്റ്റൻഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള പ്രോസസ്സേഴ്സാണ് i3, i5, i7, i9, അല്ലെങ്കിൽ i9 ജനറേഷൻ, 10 ജനറേഷനിലോട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇൻറ്റലിൻ്റെ CPU-ൻ്റെ നെയിംസ് ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, വേർഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. സോ പ്രോസസ്സർ മീൻസ് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. ദാറ്റ് ഈസ് ദ ബ്രെയിൻ ഓഫ് ദി കമ്പ്യൂട്ടർ. ഓക്കെ, പിക്ചറാണ്, ചിപ്പാണ്. അത് തൗസൻഡ്സ് ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് ഫ്യൂസ് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ചിപ്പാണിത്. ഇനി നമ്മൾ പറയുന്നത് വാട്ട് ആർ രജിസ്റ്റേഴ്സ്. എ സ്മോൾ മെമ്മറി കെപ്റ്റ് ഇൻസൈഡ് CPU ഈസ് കോൾഡ് രജിസ്റ്റേഴ്സ്. നമ്മൾ ഇൻപുട്ട് യൂണിറ്റ് പഠിച്ചു, ഔട്ട്പുട്ട് യൂണിറ്റ് പഠിച്ചു, സ്റ്റോറേജ് യൂണിറ്റ് എന്ന് പറഞ്ഞൊരു സെപ്പറേറ്റ് യൂണിറ്റ് പഠിച്ചു. അത് മെയിൻ സ്റ്റോറേജ് ആണ്. അതുകൂടാതെ CPU-നകത്ത് ഉള്ള ചെറിയ ടെമ്പററി മെമ്മറിയാണ് പറയുന്നത് രജിസ്റ്ററുകളെന്ന് പറയുന്നത്. ഓർത്തിരിക്കുക, റിമെമ്പർ ദാറ്റ് the memory locations inside the CPU is called registers. അത് ടെമ്പററി മെമ്മറിയാണ്. അത് സ്പേസ് കുറവാണ്. that are kept inside CPU, so it will become the fastest memory. CPU-ന് ഡേറ്റ ഫെച്ച് ചെയ്യാനായിട്ട് അടുത്ത് തന്നെ ഇരിക്കുന്നതുകൊണ്ട്, CPU-നുള്ളിൽ തന്നെ ഇരിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് ഡേറ്റ റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനുമുള്ള ഈ രജിസ്റ്ററിലേക്ക്, ഈ മെമ്മറിയിലേക്ക്, ഈ സ്മോൾ മെമ്മറിയിലേക്ക് ഡേറ്റ റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും ഈസി ആയതുകൊണ്ട് ഒരു ഫാസ്റ്റായിട്ട് അവിടെ പ്രോസസ്സിങ് നടക്കും. സോ കമ്പയർഡ് ടു അതർ മെമ്മറി, രജിസ്റ്ററിനെയാണ് നമ്മൾ ഫാസ്റ്റസ്റ്റ് മെമ്മറി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അത് താഴോട്ട് നമ്മൾ കാണും. സോ which are much faster. They also act as temporary storage of data. Intermediate ആയിട്ട് CPU പ്രോസസ്സ് ചെയ്യുന്ന ഇൻ്റർമീഡിയറ്റ് റിസൾട്ട് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ടാണ് മെയിനായിട്ട്, തൽക്കാലത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ നമ്മൾ ഈ രജിസ്റ്ററുകൾ ഉപയോഗിക്കുന്നത്. അതിൻ്റെ സൈസ് കുറവാണ്. അവിടെ ഒരുപാട് ഡേറ്റ പെർമനൻ്റ് ആയിട്ടൊന്നും നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല, ഒരുപാട് ഡേറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല. അത് ഇൻ്റർമീഡിയറ്റ് റിസൾട്ടുകൾ താൽക്കാലികമായിട്ട് ഡേറ്റ സ്റ്റോർ ചെയ്യാൻ CPU-നുള്ളിൽ തന്നെയുള്ള
മെമ്മറി ലൊക്കേഷനാണ് എന്ത് പറയുന്നത്, രജിസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, മെമ്മറി ലൊക്കേഷൻസ് ഇൻസൈഡ് ദ CPU is called register, which are much faster. They also act as temporary storage of data and instructions. They are not part of memory and works under the control of control unit. That means that is inside the CPU. CPU ഉള്ളിലുള്ള സ്മോൾ മെമ്മറി, ടെമ്പററി മെമ്മറി is called registers. നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് രജിസ്റ്റേഴ്സ് ആണ് ഇനി താഴെ പഠിക്കാൻ പോകുന്നത്. എക്സാമിനേഷന് പലപ്പോഴും ഒക്കെ ഇത് വരുന്നതാണ്, ഓർത്തിരിക്കുക. ഒരു ടേബിളായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് നന്നായിട്ട് മനസ്സിലാക്കുക. ഫസ്റ്റ് വൺ ഈസ് കോൾഡ് അക്യൂമുലേറ്റർ. ഫസ്റ്റ് രജിസ്റ്റർ നമ്മൾ പഠിക്കുന്ന രജിസ്റ്ററാണ് അക്യൂമുലേറ്റർ. ഇൻ്റർമീഡിയറ്റ് റിസൾട്ട് സ്റ്റോർ ചെയ്യുന്ന രജിസ്റ്ററാണ് അക്യൂമുലേറ്റർ. നമ്മൾ പ്രോസസ്സ് ചെയ്തു, ഒരു ഇൻസ്ട്രക്ഷൻ പ്രോസസ്സ് ചെയ്തു, A+B എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ആൻ ഇൻസ്ട്രക്ഷൻ. ആഡ് A ആൻഡ് B, എയും ബി ആഡ് ചെയ്യുക. ആഡ് ആണ് ഇൻസ്ട്രക്ഷൻ. എയും ബി എന്താണ്, ഡേറ്റയാണ്. എയും ബിയും ഡേറ്റ. ആഡ് എന്ന് പറയുന്നതാണ് ഇൻസ്ട്രക്ഷൻ. അപ്പോൾ ആഡ് ചെയ്ത് നമ്മൾ കിട്ടുന്ന റിസൾട്ട് തൽക്കാലത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു മെമ്മറി ലൊക്കേഷൻ രജിസ്റ്ററാണ് CPU-യിലുള്ളത്. അതാണ് തൽക്കാലത്തേക്കാണ്, അതാണ് അക്യൂമുലേറ്റർ. ഇറ്റ് സ്റ്റോർസ് ദ റിസൾട്ട് ഓഫ് ALU ഓപ്പറേഷൻസ്. അക്യൂമുലേറ്റർ റിസൾട്ടുകൾ, ഇൻ്റർമീഡിയറ്റ് റിസൾട്ടുകൾ ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്ന രജിസ്റ്ററാണ് അക്യൂമുലേറ്റർ. ഓക്കെ, സെക്കൻഡ് വൺ ഈസ് കോൾഡ് മെമ്മറി അഡ്രസ് രജിസ്റ്റർ, MER. Memory address register. Okay, it stores the address of a memory location to which data is either to be read or written. മെയിൻ ആയിട്ട് രണ്ട് ഓപ്പറേഷൻ ആണുള്ളത്. വൺ ഈസ് റീഡ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് റൈറ്റ്. ഈ രണ്ട് ഓപ്പറേഷനാണ് നമ്മൾ മെമ്മറിയിൽ നിന്ന് റീഡ് ചെയ്യുന്നു. ഒരു ലൊക്കേഷനിൽ നിന്ന് നമ്മൾ റീഡ് ചെയ്യുന്നു, എടുക്കുന്നു. ദെൻ ആ ലൊക്കേഷനിലേക്ക് വാല്യൂസ് സ്റ്റോർ ചെയ്യുന്നു, റൈറ്റ് ചെയ്യുന്നു. രണ്ട് ഓപ്പറേഷനാണ് മെയിനായിട്ട് മെമ്മറിയിൽ നടക്കുന്നത്. റീഡ് ഫ്രം ആൻഡ് റിട്ടേൺ ഇൻ ടു, അങ്ങനെ രണ്ട് ഓപ്പറേഷനാണ്. അപ്പം ഇവിടെ പറയുന്നത് ഇറ്റ് സ്റ്റോർസ് ദ അഡ്രസ് ഓഫ് എ മെമ്മറി ലൊക്കേഷൻ ടു വിച്ച് ഡേറ്റ ഈസ് ഐദർ ടു ബി റീഡ് ഓർ റിട്ടേൺ ഇൻ ടു ദാറ്റ് ലൊക്കേഷൻ. ഒരു ലൊക്കേഷനിൽ നിന്ന്, ഏത് ലൊക്കേഷനിൽ നിന്നാണോ ഡേറ്റ റീഡ് ചെയ്യുന്നത് ആ ലൊക്കേഷൻ്റെ അഡ്രസ്സ്, അല്ലെങ്കിൽ ഏത് ലൊക്കേഷനിലേക്കാണോ ഡേറ്റ റൈറ്റ് ചെയ്യുന്നത് ആ ലൊക്കേഷൻ്റെ അഡ്രസ്സ് കീപ്പ് ചെയ്യുന്ന രജിസ്റ്ററാണ് മെമ്മറി അഡ്രസ് രജിസ്റ്റർ. ഓക്കെ, MER. മനസ്സിലായല്ലോ? രണ്ടാമത്തെ രജിസ്റ്ററാണ് മെമ്മറി address register that contains the address of the memory location to which data is either to be read or written into. Okay, third one is called memory buffer register. Buffer means small storage, അല്ലെങ്കിൽ മെമ്മറി ഡേറ്റ രജിസ്റ്റർ, MDR. അപ്പോൾ ഇത് നമ്മൾ ഒരു ലൊക്കേഷനിൽ നിന്ന് ഡേറ്റ റീഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ ലൊക്കേഷനിലേക്ക് ഡേറ്റ റൈറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യുന്നതാണ് എന്ത്, മെമ്മറി അഡ്രസ് രജിസ്റ്റർ. നമ്മളിപ്പോൾ ഈ റീഡ് ചെയ്ത ഡേറ്റ അല്ലെങ്കിൽ അതിൽ റീഡ് ചെയ്ത ഡേറ്റ ഓർ റൈറ്റ് ചെയ്ത ഡേറ്റ, അത് ആ ഡേറ്റ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന തൽക്കാലത്തേക്ക് സ്റ്റോർ ചെയ്യുന്ന രജിസ്റ്ററാണ് ബഫർ രജിസ്റ്റർ, മെമ്മറി ബഫർ രജിസ്റ്റർ. ഇറ്റ് ഹോൾഡ്സ് ദ ഡേറ്റ ടു ബി റിട്ടേൺ ടു ഓർ റീഡ് ഫ്രം ദ മെമ്മറി. മെമ്മറിയിൽ നിന്ന് റീഡ് ചെയ്ത ഡേറ്റയോ അല്ലെങ്കിൽ മെമ്മറിയിലേക്ക് ഒരു ലൊക്കേഷനിലേക്ക് റൈറ്റ് ചെയ്ത ഡേറ്റയോ, ആ ഡേറ്റ എവിടെ സ്റ്റോർ ചെയ്യും, എവിടെ കാണും, MBR അല്ലെങ്കിൽ MDR കാണും. മനസ്സിലായോ? അതിൻ്റെ അഡ്രസ്സ് എവിടെ കാണും, MAR കാണും. ഓക്കെ, MAR കറണ്ടായിട്ട് നമ്മൾ പ്രോസസ്സ് ചെയ്യുന്ന ലൊക്കേഷൻ്റെ അഡ്രസ്സ്, MBR
കറണ്ടായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന ഡേറ്റ. നെക്സ്റ്റ് വൺ പ്രോഗ്രാം കൗണ്ടർ ഓർ PC. കൂടുതൽ തവണയും എക്സാമിന് ചോദിച്ചിട്ടുള്ള ഇതാണ് പ്രോഗ്രാം കൗണ്ടർ. ഇറ്റ് ഹോൾഡ്സ് ദ അഡ്രസ് ഓഫ് ദ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി എക്സിക്യൂട്ടഡ്. അടുത്തതായിട്ട് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്ന ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്. MARൽ എന്താണ്? കറണ്ടായിട്ട് ഇപ്പോൾ നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സാണ് MARൽ. ഓക്കെ, ഇവിടെ നമുക്ക് ചെറിയ വ്യത്യാസമുണ്ട്. പ്രോഗ്രാം കൗണ്ടറിൽ ഇനി അടുത്ത ഇറ്റ്സ് എ പോയിന്റർ ടു ദ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻസ് ടു ബി എക്സിക്യൂട്ടഡ്. ഓക്കെ, ദാറ്റ്സ് എ പോയിന്റർ. ഇനി അടുത്തത് ഏതാണ്? വൺ ആഫ്റ്റർ അനദർ, ഒന്നിന് പുറകെ ഒന്നായിട്ടാണല്ലോ, സീക്വൻഷ്യലായിട്ടാണ് നോർമലി ഇൻസ്ട്രക്ഷനുകൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്. മനസ്സിലായി? പ്രോഗ്രാംസിനകത്ത് നോർമൽ കേസിൽ സീക്വൻഷ്യലായിട്ടാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഏത് ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് തീരുമ്പോഴാണ് അടുത്തത്. ഏത് ഇൻസ്ട്രക്ഷനാണ് ഇപ്പോൾ എക്സിക്യൂട്ട് ചെയ്തതോ ആ ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് ആ മെമ്മറി ലൊക്കേഷൻ്റെ ആ മെമ്മറി ലൊക്കേഷൻ്റെ അഡ്രസ്സാണ് MARലുള്ളത്. ഇനി അടുത്ത ഏത് ഇൻസ്ട്രക്ഷനാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് അതിൻ്റെ അഡ്രസ്സാണ് എവിടെയുള്ളത്? PCയിൽ വരുന്നത്, പ്രോഗ്രാം കൗണ്ടർ. ഇറ്റ് ഹോൾഡ്സ് ദ അഡ്രസ് ഓഫ് ദ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി എക്സിക്യൂട്ടഡ്. ഇനി ഒരെണ്ണം നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇനി അടുത്ത പോയിന്റ് ചെയ്യുകയാണ്, അടുത്ത ഏതാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്? മനസ്സിലായി? അപ്പോൾ ആ ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് എവിടെ കാണും? PCയിൽ കാണും. അപ്പോൾ ആ PCയിലുള്ള അഡ്രസ്സ് കാണുന്ന ഇൻസ്ട്രക്ഷനാണ് അടുത്ത് എക്സിക്യൂട്ട് ചെയ്യുന്നത്, ഒരെണ്ണം തീർന്നു കഴിയുമ്പോൾ. ഇത് എക്സാമിനേഷന് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആയിട്ട് എപ്പോഴും ചോദിച്ചിട്ടുണ്ട്. പ്രോഗ്രാം കൗണ്ടറിൽ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ്. ഓക്കെ, റിമെമ്പർ ദാറ്റ്. Then this is last one is called instruction register or IR. It stores the current instruction. ഇപ്പോൾ കറൻ്റ്ലി എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്ന ഇൻസ്ട്രക്ഷനാണ് എവിടെയുള്ളത്? IRലുള്ളത്. അപ്പോൾ എന്തൊക്കെയാണെന്ന് മനസ്സിലായോ? ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുക, ആ എക്സിക്യൂട്ട് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ എവിടെ സ്റ്റോർ ചെയ്യും? തൽക്കാലത്തേക്ക് IRൽ കാണും. ഇപ്പോൾ കറണ്ടായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു ഇൻസ്ട്രക്ഷനകത്ത് റീഡ്, റൈറ്റ്, ഒരു ഓപ്പറേഷനൊക്കെ വരും. അപ്പോൾ ഒരു മെമ്മറി ലൊക്കേഷനിൽ നിന്ന് ഒരു ഡേറ്റ റീഡ് ചെയ്യുന്നു, അങ്ങനെയാണെങ്കിൽ ആ ലൊക്കേഷൻ്റെ അഡ്രസ്സ് MARൽ കാണും. ആ റീഡ് ചെയ്യുന്ന ഡേറ്റ MBRൽ കാണും. പ്രോസസ്സ് ചെയ്തിട്ടുള്ള റിസൾട്ട് അക്യൂമുലേറ്ററിൽ കാണും. ആ ഇൻസ്ട്രക്ഷൻ IRൽ കാണും. ഇത്രയും കാര്യങ്ങളാണ്. PCയിൽ മാത്രം ഇനി അടുത്ത ഇൻസ്ട്രക്ഷനാണ് അതിൻ്റെ അഡ്രസ്സ്. ഇനി ഏത് ഇൻസ്ട്രക്ഷനാണ് ഇതെല്ലാം കഴിഞ്ഞിട്ട് അടുത്ത് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് അതിൻ്റെ അഡ്രസ്സ് എവിടെ വരും? PCയിൽ വരും. ഓക്കെ, എങ്ങനെ? ഡിഫറെൻറ്റ് 5 രജിസ്റ്റേഴ്സാണ് നമുക്കിപ്പോൾ തൽക്കാലം പഠിക്കാനുള്ളത്. ഏതൊക്കെയാണെന്ന് ഒന്നുകൂടെ ഒന്ന് പറയാം. അക്യൂമുലേറ്റർ ദാറ്റ് സ്റ്റോർസ് ഇൻ്റർമീഡിയറ്റ് റിസൾട്ട് പ്രോസസ്ഡ് ബൈ CPU. Memory address register MAR that contains the address of the memory location to which data is to be read or written. Then memory buffer register or MDR. It contains the data. ഇപ്പോൾ കറണ്ടായിട്ട് എക്സിക്യൂട്ട് ചെയ്ത ഡേറ്റയാണുള്ളത്. പ്രോഗ്രാം കൗണ്ടർ അഡ്രസ് ഓഫ് ദി നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി എക്സിക്യൂട്ടഡ്. IR ഇറ്റ് സ്റ്റോർസ് ദ കറണ്ട് ഇൻസ്ട്രക്ഷൻ. ഓക്കെ, ഇത് നന്നായിട്ട് പഠിക്കുക. എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആണ് ഓരോ രജിസ്റ്ററിൻ്റെ നെയിമും അതിൻ്റെ പർപ്പസും. ഓക്കെ, ഇനി നമുക്ക് പെരിഫറൽസ് എന്താണെന്ന് നോക്കാം. പെരിഫറൽസ് are devices attached to a computer to enhance its capabilities. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിനെ കുറച്ചുകൂടെ പല പല കാര്യങ്ങൾക്കും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അഡീഷണലായിട്ട് നോർമലി നമ്മൾ ഡാറ്റ പ്രോസസ്സിങ് അല്ലെങ്കിൽ CPU കാൽക്കുലേഷൻ നടത്തുന്നു, അരിത്തമെറ്റിക്കൽ ലോജിക്കൽ കാൽക്കുലേഷൻ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ബേസിക്കായ ഫങ്ഷനുകൾ ചെയ്യുന്നത് കൂടാതെ അഡീഷണലായിട്ട് പുതിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കമ്പ്യൂട്ടറിൻ്റെ കേപ്പബിലിറ്റീസ് കൂട്ടാനായിട്ട് നമ്മൾ സിസ്റ്റവുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന ഡിവൈസുകളാണ് പെരിഫറൽ ഡിവൈസ്. ഇൻപുട്ടും ഔട്ട്പുട്ടുമായിട്ട് നമ്മൾ അതല്ലാതെയൊക്കെ യൂസ് ചെയ്യുന്ന ഡിവൈസുകളെയാണ് പെരിഫറൽസ് എന്ന് പറയുന്നത്. IO ഡിവൈസസുകളിൽ വരും പെരിഫറൽസിൽ.
ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്. പിന്നീട് ഈ ഡിവൈസൊക്കെ തന്നെയും CPU ആയിട്ട് മദർ ബോർഡുമായിട്ട് കണക്ട് ചെയ്യുന്നത് സിസ്റ്റത്തിലുള്ള പല പല പോർട്ടുകൾ വഴിയാണ്. പോർട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പലതരത്തിലുള്ള പോർട്ടുകളുണ്ട് ഓരോ ഡിവൈസും നമുക്ക് അറ്റാച്ച് ചെയ്യാനായിട്ട്. നമ്മൾ ഉപയോഗിക്കുന്ന പല പല ഡിവൈസുകളും ഈ സിസ്റ്റവുമായിട്ട് അറ്റാച്ച് ചെയ്യണമെങ്കിൽ ഓരോ പ്രത്യേക തരത്തിലുള്ള ആ ഡിവൈസ് അനുസരിച്ച് പോർട്ടുകൾ ആവശ്യമാണ്. ചില ഹോൾസുകൾ പോലെ നമുക്കിങ്ങനെ കാണാം. ഓഡിയോ പോർട്ടുണ്ട്, വീഡിയോ പോർട്ടുണ്ട്, VGA പോർട്ടുണ്ട്, HDMI പോർട്ടുണ്ട്, ഡിസ്പ്ലേ പോർട്ടുണ്ട്, നെറ്റിൻ്റെ പോർട്ട്, ഇഥർനെറ്റ് പോർട്ടുണ്ട്, USB പോർട്ടുണ്ട്, PS2 പോർട്ട്. ഇത് പഴയകാല മൗസും കീബോർഡും ഒക്കെ PS2 പോർട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം നമ്മൾ USB പോർട്ടുകളാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഒരുപാട് തരത്തിലുള്ള പോർട്ടുകൾ. ടെലിഫോൺ അതിൻ്റെ കേബിൾ കുത്താനായിട്ടുള്ള പോർട്ടുകളുണ്ട്. പലതരത്തിലുള്ള പോർട്ടുകളുണ്ട്. USB തന്നെ ഒന്നിലധികം ടൈപ്പുണ്ട്. അപ്പം ഈ പോർട്ടുകളിലൂടെയാണ്, നെറ്റ്വർക്ക് പോർട്ടുകളിലൂടെയാണ് ഈ ഡിവൈസസുകൾ, അറ്റാച്ച് ചെയ്യുന്ന ഡിവൈസസുകൾ, സിസ്റ്റമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന ഡിവൈസസുകൾ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു കണക്ടർ കാണും ആ ഡിവൈസിന്. ആ കണക്ടർ ഈ പോർട്ടിലേക്ക് ജസ്റ്റ് നമ്മൾ എന്താണ് പ്ലഗ് ഇൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് അത് കണക്റ്റഡ് ആവുന്നത്. അങ്ങനെ പലതരത്തിലുള്ള പോർട്ടുകളുണ്ട്. പെരിഫറൽ ഡിവൈസസും കമ്പ്യൂട്ടറും CPU-വും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. അപ്പോൾ അങ്ങനെയുള്ള പോർട്ടുകളുടെ എക്സാമ്പിളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓൾ ദോസ് ഡിവൈസസ് ദാറ്റ് ആർ അറ്റാച്ച്ഡ് ടു എ കമ്പ്യൂട്ടർ ടു എൻഹാൻസ് ഇറ്റ് എബിലിറ്റീസ്. അതാ അങ്ങനെയുള്ള ഡിവൈസസുകളാണ് പെരിഫറൽ ഡിവൈസസ്. IO ഡിവൈസസ് ഒക്കെ അതിൽ വരും. അതിൻ്റെ 2 ഇമേജ് കാണിക്കാം. ഒരു CPU ആണ്. ഒരു ഡെസ്ക്ടോപ്പിൽ നമ്മൾ CPU ആണ്. ഇത് ഈ പോർട്ട് കണ്ടില്ലേ, ഇതൊരു സീരിയൽ പോർട്ടാണ്. ഇത് USB പോർട്ടുകളാണ്. ഇത് നെറ്റിൻ്റെ പോർട്ട്, നമ്മൾ ഇഥർനെറ്റ് പോർട്ട് എന്ന് പറഞ്ഞാൽ നെറ്റിൻ്റെ നമ്മൾ RJ45 ആ കേബിളിൻ്റെ ക്ലിപ്പിങ്സ് കുത്തുന്ന പോർട്ടാണിത്. നമ്മൾ വയേർഡ് നെറ്റ്വർക്ക് ഉപയോഗിക്കുമ്പോൾ ലാൻ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഇതുപോലെയുള്ള പോർട്ടിലാണ് നമ്മളെന്ത് ചെയ്യുന്നത്, ആ നെറ്റ്വർക്കിൻ്റെ RJ45 എന്ന് പറഞ്ഞ ആ ക്ലിപ്പ് എടുത്ത് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇത് ഡിസ്പ്ലേ പോർട്ടാണ്. ഇത് HDMI പോർട്ടാണ്. ഇത് ഓഡിയോ വീഡിയോ ഒക്കെ ഡിസ്പ്ലേ ചെയ്യാനുള്ള പോർട്ടാണ്. ഇത് HDMI മൾട്ടിമീഡിയ പോർട്ട്, ഹൈ ഡെഫിനിഷൻ മൾട്ടിമീഡിയ പോർട്ടാണ്. ഇത് സീരിയൽ പോർട്ടായിട്ട് യൂസ് ചെയ്യുന്നു. ഇതിനകത്ത് നമുക്ക് മോണിറ്ററൊക്കെ കണക്ട് ചെയ്യുന്ന പോർട്ട്, VGA പോർട്ട് പോലെ നമുക്ക് യൂസ് ചെയ്യാം. ഇത് പവർ കേബിൾ കുത്തുന്ന പോർട്ടാണ്. അങ്ങനെ പലതരത്തിലുള്ള പോർട്ടുകൾ ഇതിൻ്റെ ബാക്കിലുണ്ട്. ഇതിൽ കൂടെയാണ് ഓരോരോ ഡിവൈസുകൾ നമ്മൾ ഈ CPU-യിലേക്ക് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നത്, കണക്ട് ചെയ്യുന്നത്. ഇതുപോലെ ഇരിക്കും PS2 പഴയ കീബോർഡ് മൗസൊക്കെ കണക്ട് ചെയ്യുന്ന പോർട്ട്. ഇതാണ്, ഇതേ കളറിൽ തന്നെ ഇരിക്കും. ഇത് മൗസിൻ്റെ പോർട്ട്, ഇത് കീബോർഡിൻ്റെ പോർട്ട്. ഇത് USB പോർട്ടാണ്. ഇത് ഈഥർനെറ്റ് പോർട്ട്, നെറ്റ്വർക്കിൻ്റെ പോർട്ടാണ്. ലാനൊക്കെ ചെയ്തിട്ടുള്ള നെറ്റ്വർക്ക് പോർട്ട്. ഇവിടെ സിമ്പൽ കാണി, USB-യുടെ സിമ്പൽ, ഓരോന്നിൻ്റെ സിമ്പൽ അതിനടുത്ത് തന്നെ ഉണ്ട്. ഇത് മോഡം എന്താണ് കണക്ട് ചെയ്യാനുള്ള പോർട്ട്. പ്രിൻ്ററിൻ്റെ പോർട്ട്, പ്രിൻ്റർ കുത്താൻ. VGA പോർട്ട്, മോണിറ്ററും സിസ്റ്റവുമായിട്ട് കണക്ട് ചെയ്യുന്ന പോർട്ടൊക്കെ ഇതാണ്. സ്പീക്കർ, മൈക്രോഫോൺ, ഇത് ഗെയിമിൻ്റെ പോർട്ട്,
ജോയ്സ്റ്റിക്കൊക്കെ കുത്തുന്ന. പിന്നെ ഒരുപാട് തരത്തിലുള്ള പോർട്ടുകളുണ്ട്. ഈ പോർട്ടുകളിൽ കൂടെയാണ് എല്ലാം പിന്നുണ്ട്. ആ പോർട്ടുകളിൽ കൂടെയാണ് കണക്ടർ ഉപയോഗിച്ച് ഡിവൈസസിൻ്റെ കണക്ടർ കാണും, അതുപയോഗിച്ച് നമ്മൾ കണക്റ്റ് ചെയ്യുന്നത്. മനസ്സിലായി? അങ്ങനെ പെരിഫറൽ ഡിവൈസസ് ആർ അറ്റാച്ച്ഡ് ടു ദ കമ്പ്യൂട്ടർ ത്രൂ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോർട്ട്സ്. അതിൻ്റെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഈ പിക്ചർ നമുക്ക് ഉപയോഗിക്കാം, നോക്കി മനസ്സിലാക്കാം. സിസ്റ്റത്തിലുണ്ട്, മനസ്സിലായി? അപ്പോൾ ഇതിനെ അറ്റാച്ച് ചെയ്യുന്ന ഡിവൈസസുകൾ അതിനെയാണ് പെരിഫറൽസ്. IO ഡിവൈസസ് ഒക്കെ വരും, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ഒക്കെ. ഓക്കെ, പെരിഫറൽസ്. ദെൻ നെക്സ്റ്റ് സെക്ഷൻ മെമ്മറിയാണ്. ഇപ്പോൾ സ്റ്റോറേജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെമ്മറി എന്ന് പറയുന്നത്. മെമ്മറി ഈസ് യൂസ് ടു സ്റ്റോർ ഡേറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ. ഇൻസ്ട്രക്ഷനുകളും ഡേറ്റയും സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ് മെമ്മറി. ഡേറ്റ പ്രോസസ്സ് ചെയ്യുന്ന എന്തിൻ്റെ ബേസിലാണ്? ഇൻസ്ട്രക്ഷൻ്റെ ബേസിലാണ്. അപ്പം ഇൻസ്ട്രക്ഷൻ ഇല്ലെങ്കിൽ ഡേറ്റ പ്രോസസ്സ് ചെയ്യില്ല. അപ്പോൾ ഡേറ്റ റീഡ് ചെയ്യണം, ഡേറ്റ റൈറ്റ് ചെയ്യണം, ഡേറ്റ അരിത്തമെറ്റിക് കാൽക്കുലേഷൻ ചെയ്യണം, അങ്ങനെ പലതരത്തിലുള്ള ഓപ്പറേഷൻസ് നടക്കുന്നുണ്ട്. ആ ഓപ്പറേഷൻ എല്ലാം ഏത് ഓപ്പറേഷനാണെന്നുള്ളതാണ് ഇൻസ്ട്രക്ഷൻ. ഡേറ്റ, അപ്പോൾ ഈ ഡേറ്റയും ഇൻസ്ട്രക്ഷനും സ്റ്റോർ ചെയ്ത് വയ്ക്കുന്ന പ്ലേസാണ്, സ്റ്റോറാണ് മെമ്മറി. മെമ്മറിയെ മെയിനായിട്ട് രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്: പ്രൈമറി മെമ്മറി ആൻഡ് സെക്കൻഡറി മെമ്മറി. Memory can be divided into two. The first one is primary memory and second one is secondary memory. Okay, primary and secondary memory. Primary memory holds data and results temporarily. ആക്ച്വലി മെമ്മറി നമ്മൾ പറയുന്നത് ഈ പ്രൈമറി മെമ്മറിയാണ്, മെയിൻ മെമ്മറി, കമ്പ്യൂട്ടറിൻ്റെ മെമ്മറി എന്നൊക്കെ പറയും. സെക്കൻഡറി മെമ്മറി എന്ന് പറഞ്ഞാൽ നമുക്ക് അഡീഷണലായിട്ട് പെർമനൻ്റായിട്ട് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്ന മെമ്മറിയാണ് സെക്കൻഡറി മെമ്മറി. പ്രൈമറി മെമ്മറി വോളറ്റൈൽ മെമ്മറി എന്ന് പറയും, ടെമ്പററിയാണ്. നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നത് തൽക്കാലത്തേക്ക് റാം സ്റ്റോർ ചെയ്ത് വയ്ക്കുന്ന മെമ്മറിയാണ് പ്രൈമറി മെമ്മറി. അതിന് എക്സാമ്പിളാണ് റാൻഡം ആക്സസ് മെമ്മറി. സെക്കൻഡറി മെമ്മറി ഓൺ ദി അതർ ഹാൻഡ് ഹോൾഡ്സ് ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ പെർമനൻ്റ്ലി. ഹാർഡ് ഡിസ്ക് അല്ലെങ്കിൽ നമ്മൾ എന്താണ് പെൻ ഡ്രൈവ് അങ്ങനെയൊക്കെയുള്ള CD, DVD അങ്ങനെ എക്സ്റ്റേണലായി നമുക്ക് പോർട്ടബിൾ ആയിട്ടുള്ളത് കൊണ്ട് ബിൽറ്റ് അതിനകത്ത് തന്നെ ബിൽറ്റ് ചെയ്തിരിക്കും. ഹാർഡ് ഡിസ്ക് അതിനുള്ളിൽ ഇൻറ്റേർണൽ ഹാർഡ് ഡിസ്കും ഉണ്ട്, എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കും ഉണ്ട്. പോർട്ടബിളായിട്ട് നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഡിവൈസുകളുണ്ട്, സ്റ്റോർ ചെയ്ത് ഒരുപാട് ഡിവൈസ് ഉണ്ട്. അതെല്ലാം സെക്കൻഡറി മെമ്മറിയാണ്. അതായത് പ്രൈമറി മെമ്മറി സ്റ്റോറേജ് ടെമ്പററി ആണ്, ആസ് വെൽ ആസ് ലിമിറ്റഡ് ആണ്. അപ്പോൾ അതിൻ്റെ ആ ലിമിറ്റേഷൻ സൈസ് കുറവാണ് കമ്പാരിറ്റീവ്ലി. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെക്കൻഡറി മെമ്മറി യൂസ് ചെയ്യുന്നത്. സെക്കൻഡറി മെമ്മറി ഹ്യൂജ് മെമ്മറിയാണ്, സോ അത് പെർമനൻറ്റ് മെമ്മറിയാണ്. മെയിൻ മെമ്മറി അഥവാ പ്രൈമറി മെമ്മറി എന്ന് പറയുന്നത് ടെമ്പററിയാണ്. അതാണ് കമ്പ്യൂട്ടറിൻ്റെ മെമ്മറി, അതിൻ്റെ സൈസ് കുറവാണ്. ഓക്കെ, പ്രൈമറി മെമ്മറി ഈസ് വോളറ്റൈൽ വേറെ സെക്കൻഡറി മെമ്മറി ഈസ് നോൺ വോളറ്റൈൽ. ഇനി പ്രൈമറി മെമ്മറിയെ കുറിച്ചാണ്. ഹൈ സ്പീഡ് മെമ്മറി കേപ്പബിൾ ഓഫ് സെൻഡിങ് ആൻഡ് റിസീവിംഗ് ഡേറ്റ വിച്ച് ഈസ് ഡയറക്ട്ലി ഇൻ ടച്ച് വിത്ത് CPU. ഇപ്പോൾ CPU ആയിട്ട് ഡയറക്റ്റ് ഇൻട്രാക്ഷൻ ഉള്ള CPU മെമ്മറിയിൽ നിന്ന് ഡേറ്റ ഫെച്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ റീഡ് ചെയ്യുന്നു, എടുക്കുന്നു, ദെൻ പ്രോസസ്സ് ചെയ്യുന്നു, ദെൻ മെമ്മറിയിലേക്ക് തിരിച്ച് റൈറ്റ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയാണ് പ്രോസസ്സിങ്. അപ്പം CPU മെമ്മറിയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും 2-way ഇൻട്രാക്ഷൻ ഉണ്ട്. CPU മെമ്മറിയിൽ നിന്ന് ഡേറ്റ എടുക്കുന്നു, ഫെച്ച് ചെയ്യുന്നു, പ്രോസസ്സ് ചെയ്യുന്നു, മെമ്മറിയിലേക്ക് പുട്ട് ചെയ്യുന്നു, റൈറ്റ് ചെയ്യുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും 2-way ഇൻട്രാക്ഷൻ ഉണ്ട്, ഡയറക്റ്റ് കണക്ഷൻ ഉണ്ട്. ഇത് സെമി കണ്ടക്ടർ മെമ്മറി, ചിപ്പുകളാണ്, ട്രാൻസിസ്റ്റേഴ്സാണ്, നമുക്കറിയാമല്ലോ. അപ്പം പ്രൈമറി മെമ്മറി എന്ന് പറഞ്ഞാൽ റാം, അത് എന്താണ്
അല്ലെങ്കിൽ റോം, 2 തരത്തിലാണുള്ളത്. എല്ലാം സെമി കണ്ടക്ടർ മെമ്മറിയാണ്. ഇവിടെ 3 തരത്തിലുള്ള മെമ്മറിയാണ്. റാൻഡം ആക്സസ് മെമ്മറി, റീഡ് ഓൺലി മെമ്മറി ആൻഡ് ക്യാഷ് മെമ്മറി. ഈ 3 മെമ്മറിയാണ് ഇവിടെ പ്രൈമറി മെമ്മറി ആയിട്ട് നമ്മൾ ഇവിടെ പഠിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു 3. ഫസ്റ്റ് വൺ ഈസ് റാൻഡം ആക്സസ് മെമ്മറി, റാം. Second one is read only memory, ROM. Third one is cache memory. ഈ 3 മെമ്മറി ആണുള്ളത്. മെയിൻ മെമ്മറി ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു 3, റാം, റോം ആൻഡ് ക്യാഷ്. മനസ്സിലായി? രജിസ്റ്റേഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞു വെരി സ്മോൾ മെമ്മറി ആണെന്ന്. ഏറ്റവും ഫാസ്റ്റസ്റ്റ് മെമ്മറി ഏതാണെന്ന് വെച്ചാൽ രജിസ്റ്റർ പറയുന്നത്. ബിക്കോസ് ഇറ്റ് ഈസ് കെപ്റ്റ് ഇൻസൈഡ് CPU. ഇത് CPU-നുള്ളിലല്ല, ബട്ട് CPU ക്യാൻ ഡയറക്റ്റ് ഇൻട്രാക്ഷൻ വിത്ത് പ്രൈമറി മെമ്മറി ആയിട്ട് ഡയറക്റ്റ് ഇൻട്രാക്ഷൻ ഉണ്ട്. സോ ഇറ്റ് ഈസ് ഓൾസോ കമ്പാരിറ്റീവ്ലി ഫാസ്റ്റ് ആണ്. ഹൈ സ്പീഡ് മെമ്മറി കേപ്പബിൾ ഓഫ് സെൻഡിങ് ആൻഡ് റിസീവിംഗ് ഡാറ്റ വിച്ച് ഈസ് ഡയറക്ട്ലി ഇൻ ടച്ച് വിത്ത് CPU. ഇറ്റ് ഈസ് എ സെമി കണ്ടക്ടർ മെമ്മറി. ഇറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് 3. Number 1, റാൻഡം ആക്സസ് മെമ്മറി, റാം. സോ റാമിൻ്റെ പ്രത്യേകതകളാണ് നമ്മൾ പറയുന്നത്. നമ്മളൊരു ഡാറ്റ ഒരു ഇൻസ്ട്രക്ഷൻ്റെ ബേസിൽ പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോൾ റിസൾട്ട് നമ്മൾ അന്നേരം സ്റ്റോർ ചെയ്യണം. ഡയറക്റ്റായിട്ട് ആദ്യം സ്റ്റോർ ചെയ്യുന്നത് എവിടെയാണ്? റാമിലാണ്. അപ്പോൾ ഇതിൻ്റെ പവർ സപ്ലൈ കട്ടാകുന്നത് വരെയോ അല്ലെങ്കിൽ നമ്മൾ സിസ്റ്റം ഓഫാക്കുന്നത് വരെയോ ആ റിസൾട്ട്, ആ ഇൻസ്ട്രക്ഷൻ, ആ ഡേറ്റയൊക്കെ എവിടെ കാണും? റാമിൽ കാണും. അത് whenever we switch off the computer or accidentally power cut off, then the data will be erased. So RAM is called a temporary memory or a volatile memory. റാമിനെ പറയും volatile എന്ന് പറയും. നമ്മൾ സ്വിച്ച് ഓഫ് ആക്കുകയോ അല്ലെങ്കിൽ കറണ്ട് പോകുകയോ എന്തെങ്കിലും ചെയ്താൽ ഈ റാമിലെ കണ്ടന്റ് ദാറ്റ് വിൽ ബി ഇറേസ് ആയി പോകും. അതുകൊണ്ട് അത് പെർമനൻറ്റ് സ്റ്റോറേജ് അല്ല. ബട്ട് ഇറ്റ് ഈസ് ദ മെയിൻ മെമ്മറി ഓഫ് എ കമ്പ്യൂട്ടറിൻ്റെ മെയിൻ മെമ്മറിയാണ്. സെമി കണ്ടക്ടർ മെമ്മറിയാണ്, മെയിൻ മെമ്മറിയാണ്. ബട്ട് അത് ടെമ്പററി ആണ്. അത് ഓർത്തിരിക്കുക, ടെമ്പററി എന്നുള്ളതിനാണ് വോളട്ടൈൽ എന്ന് പറയുന്നത്. അതായത് വോളട്ടൈൽ മീൻസ് അത് വാനിഷ് ചെയ്യും. എപ്പോഴും ഡേറ്റ ഡിസപ്പിയർ ആവും. എപ്പോഴും കറണ്ട് കട്ടാകുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ പവർ ഓഫ് ചെയ്യുമ്പോൾ. അത് പവർ ഓഫ് ചെയ്ത് കഴിഞ്ഞ് എടുത്താൽ അത് പെർമനൻ്റ് ആയിട്ട് അവിടെ ഉണ്ടാവില്ല. അങ്ങനെ അതുകൊണ്ടാണ് അതിനെ എന്ത് പറയുന്നത്? വോളട്ടൈൽ മെമ്മറി എന്ന് പറയുന്നത്. വിച്ച് മീൻസ് ഡേറ്റ സ്റ്റോർഡ് ഇൻ ഇറ്റ് വിൽ ലോസ് വെൻ പവർ ഈസ് സ്വിച്ച്ഡ് ഓഫ്. ഓക്കെ, സോ റാം ഈസ് ദ മെയിൻ മെമ്മറി. ഇറ്റ് ഈസ് എ volatile memory. It holds data to be processed by CPU whose memory capacity is more than 2 GB. GB ആണ് എൻ്റെ യൂണിറ്റ്. 2 GB, 4 GB, 8 GB, 16 GB എന്നൊക്കെ പറയും റാം. അപ്പോൾ അതിനകത്ത് അത്രയും ഡേറ്റകൾ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. CPU സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് അവിടെ CPU പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഡേറ്റ മെമ്മറിയിൽ നിന്ന് എടുക്കും. റാമിൽ നിന്ന് എടുത്തു, പ്രോസസ്സ് ചെയ്തു, റിസൾട്ട് തിരിച്ചുകൊണ്ട് റാമിൽ സ്റ്റോർ ചെയ്ത് വെക്കും. മനസ്സിലായി? പ്രോസസ്സർ ക്യാൻ റീഡ് ആൻഡ് റൈറ്റ്. ഞാൻ പറഞ്ഞില്ലേ, മെയിൻ ആയിട്ടുള്ള 2 ഓപ്പറേഷൻ റീഡ് ആൻഡ് റൈറ്റ്. മെമ്മറിയിൽ നിന്ന് ഡേറ്റ റീഡ് ചെയ്ത് ഇങ്ങോട്ട് പ്രോസസ്സർ എടുക്കും. ഫെച്ച് ചെയ്യും എന്നൊക്കെ പറയേ, വായിക്കും, റീഡ് ചെയ്യും, എടുക്കും, ടേക്ക്. ദെൻ പ്രോസസ്സിന് ശേഷം കിട്ടുന്ന റിസൾട്ടിനെ അങ്ങോട്ടേക്ക് പുട്ട് ചെയ്യും, റൈറ്റ് ചെയ്യും, ലൊക്കേഷനിലേക്ക് റൈറ്റ് ചെയ്യും. മെമ്മറീസ് കൺസിസ്റ്റ് ഓഫ് സോ മെനി ലൊക്കേഷൻസ്. അപ്പം ആ ലൊക്കേഷനിലേക്ക് കൊണ്ടുപോയി റൈറ്റ് ചെയ്യും. അപ്പോൾ 2 ഓപ്പറേഷനാണ് മെയിനായിട്ട്, റീഡ് ആൻഡ് റൈറ്റ്. അപ്പോൾ റാമിൽ നിന്ന് CPU ഡേറ്റ റീഡ് ചെയ്യും ആൻഡ് ദെൻ റാമിലേക്ക് റൈറ്റും ചെയ്യും. ബട്ട് ഇറ്റ് ഈസ് ടെമ്പററി. മെഗാഹെർട്സ് ഈസ് ദ യൂണിറ്റ് ഓഫ് മെഷറിംഗ് സ്പീഡ് ഓഫ് മെമ്മറി. മെമ്മറിയുടെ സ്പീഡ് മെഗാഹെർട്സ് എന്ന യൂണിറ്റ് ആണ്. സ്റ്റോറേജ് GB ആണ്, GB.
Operating system currently using application software and any data instructions to be processed by CPU. CPU ആണ് ഡേറ്റകളെല്ലാം പ്രോസസ്സ് ചെയ്ത് നമുക്ക് റിസൾട്ട് നൽകുന്നത്. ഓക്കെ, അപ്പോൾ റാമാണ് ആക്ച്വലി നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ മെമ്മറി എന്ന് പറഞ്ഞാൽ ഓർക്കണം. അതിൻ്റെ യൂണിറ്റ് സ്പേസ് സ്റ്റോറേജ് ബൈറ്റിലാണ് പറയുന്നത്. അതിൻ്റെ സ്പീഡ് ഹെഡ്സിലാണ്, മെഗാ ഹെഡ്സ്, ജിഗാ ബൈറ്റൊക്കെയാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത്. ഇത് ടെമ്പററി മെമ്മറിയാണ്. ഓൾസോ ഇറ്റ് ഈസ് എ സെമി കണ്ടക്ടർ മെമ്മറി. ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. സി പി യു ആയിട്ട് ഡയറക്റ്റ് ഇൻട്രാക്ഷൻ ഉണ്ട്, 2-way ഇൻട്രാക്ഷനാണ്. ഒക്കെയാണ് റാമിനെ കുറിച്ച് ഓർക്കാനുള്ളത്. ദെൻ യൂണിറ്റ്സിൻ്റെ ചാർട്ടൊക്കെ നമുക്ക് നോക്കാം. ആ യൂണിറ്റ് സ്റ്റോറേജ് യൂണിറ്റിൻ്റെ ഒരു കാൽക്കുലേഷനാണ് ഈ പറയുന്നത്. 1 നിബിൾ ഈക്വൽ ടു 4 ബിറ്റ്സ്. 4 ബിറ്റ് ചേരുമ്പോൾ നമുക്കറിയാം, ബിറ്റ് എന്ന് പറഞ്ഞാൽ ബൈനറി ഡിജിറ്റ്. ഏറ്റവും ലോവസ്റ്റ് യൂണിറ്റാണ് ഇതിനകത്ത് സ്റ്റോറേജിൻ്റെ. സ്റ്റോറേജസ് ആർ മെഷേർഡ് ഇൻ ടൈംസ് ഓഫ് ബൈറ്റ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആ കാൽക്കുലേഷനാണ്. സ്റ്റോറേജിൻ്റെ യൂണിറ്റ് ബൈറ്റ് ആയിട്ടാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻ ടൈംസ് ഓഫ് ബൈറ്റ്സ് മെമ്മറിയുടെ യൂണിറ്റ്. അപ്പോൾ 4 ബിറ്റ്സ് ചേർന്നാൽ, അപ്പോൾ ബൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ അതാണ് നമ്മൾ പറയുന്നത്. 4 ബിറ്റ്സ് ചേരുന്നതിന് നമ്മൾ പറയും 1 നിബിൾ എന്ന് പറയും. 4 ബിറ്റിന് 8 ബിറ്റ്സ് ആണ് ഒരു ബൈറ്റ്. അപ്പം 1 ബൈറ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 8 ബിറ്റ്സ്. മേ ബി യു നോ ദാറ്റ് ഓൾ ദീസ്. 1024 ബൈറ്റ്സ് 1 KB, കിലോ ബൈറ്റ്. 1024 കിലോ ബൈറ്റ് 1 മെഗാബൈറ്റ്. Then 1024 MB 1 GB. 1024 GB 1 TB. 1024 TB 1 PB, പെൻറ്റാബൈറ്റ്. അങ്ങനെ പോകും. ഈ ഓർഡറിലാണ് യൂണിറ്റ്സ് എക്സ്പ്രസ് ചെയ്യുന്നത് സ്റ്റോറേജിൻ്റെത്. നമ്മളിപ്പോൾ GB-യിലൊക്കെ TB വരെയൊക്കെയാണ് നമ്മളിപ്പോൾ 1 TB ഹാർഡ് ഡിസ്ക് അല്ലെ 2 TB ഹാർഡ് ഡിസ്ക് എന്നൊക്കെ വരെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ആ സ്റ്റോറേജിൻ്റെ ഒരു കണക്ക്. വല്ലപ്പോഴും ഒക്കെ ചോദിക്കാറുണ്ട്. 4 ബിറ്റ്സ് എന്ന് പറഞ്ഞാൽ 1 നിബിൾ, 8 ബിറ്റ്സ് 1 ബൈറ്റ്, എക്സെട്ര എക്സെട്ര. ആ കാൽക്കുലേഷൻ ഒന്ന് പഠിച്ചു വയ്ക്കുക. ദെൻ സെക്കൻഡ് വൺ ഈസ് റീഡ് ഒൺലി മെമ്മറി, റോം. റീഡ് മാത്രമേ ഉള്ളൂ. നേരത്തെ നമ്മൾ പറഞ്ഞു റാം ആകുമ്പോഴേക്ക് there are 2 operations, read and write, and so it is also called read write memory. ഇവിടെ എഴുതിയിട്ടുണ്ട് റീഡ് റൈറ്റ്. റീഡ് ആൻഡ് റൈറ്റ് റാം റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും ഉപയോഗിക്കും പ്രോസസ്സിങ്ങിന്. അതുകൊണ്ട് റീഡ് റൈറ്റ് മെമ്മറി എന്ന് നമ്മൾ പറയാറുണ്ട്. ഇത് റീഡ് ഒൺലി മെമ്മറിയാണ് റോം. ഇത് മാനുഫാക്ചറർ തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള മെമ്മറിയാണ് റീഡ് ഒൺലി മെമ്മറി. റീഡ് ചെയ്യാൻ മാത്രം അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നമുക്ക് റീഡ് ചെയ്യാനേ പറ്റും. നമുക്ക് അതിനകത്തേക്കൊന്ന് റീറൈറ്റ് ചെയ്യാൻ ഉള്ള പ്രൊവിഷൻ ഇല്ല നോർമലി റോമിനകത്ത്. റോം ഈസ് എ നോൺ വോളട്ടൈൽ മെമ്മറി. അത് പെർമനൻറ്റ് മെമ്മറിയാണ്. റാം ആണെങ്കിൽ വോളട്ടൈലാണ്. നമ്മൾ പ്രോസസ്സ് ചെയ്യുന്ന റിസൾട്ടുകൾ അങ്ങോട്ട് സ്റ്റോർ ചെയ്യുകയും അവിടുന്ന് ഡേറ്റ ഇങ്ങോട്ട് എടുക്കുകയും ചെയ്യുന്ന റാമിൽ. ഇവിടെ ദിസ് ഈസ് എ പെർമനൻറ്റ് മെമ്മറി whose content is safe even when the power is off. അതാണ് നോൺ വോളറ്റൈൽ. that is given by the manufacturer. Okay, ROM supports only read operation and its contents cannot be modified easily. Normally it cannot be modified. നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റത്തില്ല. അത് കമ്പ്യൂട്ടറിൻ്റെ ബൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ബൂട്ട് സ്ട്രാപ്പ് ലോഡറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായിട്ടാണ് റോം യൂസ് ചെയ്യുന്നത്. ബയോസ് എന്ന് പറയും, ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം.
ബൂട്ട് സ്ട്രാപ്പ് ലോഡറാണ്. അപ്പോൾ കമ്പ്യൂട്ടർ ബൂട്ട് ചെയ്ത് അതിനകത്തേക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്യണമല്ലോ. ലോഡ് ചെയ്ത് വർക്കിംഗ് ഫോമിലേക്ക് ആക്കണം, അല്ലെങ്കിൽ അതൊരു വെറും ഒരു മെഷീനാണ്. അപ്പോൾ ആ മെഷീനിനെ വർക്കിംഗ് കണ്ടീഷനിലേക്ക് ഹാർഡ് ഡിസ്കിൽ നിന്ന് നമ്മൾ OS റാമിലേക്ക് ലോഡ് ചെയ്യണം, മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യണം. അതിന് ഉള്ളൊരു പ്രോഗ്രാമാണ് ബൂട്ട് സ്ട്രാപ്പ് ബൂട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ള ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം അതൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ റോമിലാണ്. ഇത് ഹാർഡ്വെയർ പ്ലസ് സോഫ്റ്റ്വെയർ ചേർന്നതാണ്. സോ ഇതാണ് ഫേംവെയർ എന്ന് പറയുന്നത്. ഫേംവെയർ മീൻസ് ഹാർഡ്വെയർ പ്ലസ് സോഫ്റ്റ്വെയർ. അപ്പം ഈ ബയോസ് ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഫേംവെയർ. ഫേംവെയർ മീൻസ് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ. അപ്പം ആ ഫേംവെയർ സ്റ്റോർ ചെയ്തിരിക്കുന്നത് റോമിലാണ്, ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം. അത് യൂസ് ചെയ്യുന്നത് ബൂട്ടിങ്ങിന് വേണ്ടിയിട്ടാണ്. ബൂട്ടിങ് മനസ്സിലായല്ലോ, കമ്പ്യൂട്ടറിൻ്റെ വർക്കിംഗ് കണ്ടീഷനിലേക്ക് ആക്കുന്ന മെമ്മറിയിലേക്ക് OS ഒക്കെ ലോഡ് ചെയ്ത് കൊണ്ടുവരുന്ന പ്രോസസ്സിങ്ങാണ്. ആ ഈ ബയോസൊക്കെ സ്റ്റോർ ചെയ്തിരിക്കുന്നത് റോമിലാണ്. അത് റീഡ് ചെയ്യാൻ മാത്രമേ നമുക്ക് പറ്റൂ. റീഡ് ഒൺലി മെമ്മറിയാണ്. ഇറ്റ് ഈസ് എ പെർമനൻറ്റ് മെമ്മറി ഓർ നോൺ വോളട്ടൈൽ മെമ്മറി. ഓക്കെ, ഇതൊക്കെയാണ് ഓർത്തിരിക്കാനുള്ളത്. ഇനി എൻ്റെ എക്സ്റ്റൻഷനാണ് പറയുന്നത്. ടൈപ്സ് ഓഫ് റോം. ഒന്നാമത് ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ റീഡ് ഒൺലി മെമ്മറി, റീഡ് ചെയ്യാനുള്ള പ്രൊവിഷനേ ഉള്ളൂ. അതിനകത്തേക്ക് ഇനി നമുക്ക് റൈറ്റും കൂടി ചെയ്യണമെങ്കിൽ പ്രോഗ്രാം കൂടെ ചെയ്യണം. അങ്ങനെയുള്ള അലൗഡ് ആയിട്ടുള്ള റോമാണ് പ്രോം, പ്രോഗ്രാമബിൾ റീഡ് ഒൺലി മെമ്മറി. മനസ്സിലായി? പ്രോഗ്രാം കൂടെ ചെയ്യാം, റൈറ്റ് കൂടി ചെയ്യാം. ബട്ട് അതിനകത്തുള്ള കണ്ടൻസ് നമുക്ക് വൺസ് ഇറ്റ് ഈസ് റിട്ടേൺ ദാറ്റ് ഈസ് പെർമനൻറ്റ്. അതിനെ റീറൈറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ഒന്ന് എഴുതിയാൽ അതിനെ എഡിറ്റ് ചെയ്യാൻ, ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം റോമിനകത്താണെങ്കിൽ ഒൺലി റീഡ്, പ്രോമിനകത്താണെങ്കിൽ റീഡ് പ്ലസ് റൈറ്റ്, ബട്ട് ദാറ്റ് കണ്ടൻസ് ക്യാൻ നോട്ട് ബി ചേഞ്ച്ഡ്. കണ്ടൻറ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. ഇനി അടുത്ത അതിൻ്റെ എക്സ്റ്റൻഷനാണ് EEPROM. ദാറ്റ് മീൻസ് ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഒൺലി മെമ്മറി. അപ്പം ഇത് റീഡ് ഒൺലി മെമ്മറി, ഇത് പ്രോഗ്രാമബിൾ റീഡ് ഒൺലി മെമ്മറി, ദെൻ EEPROM, ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഒൺലി മെമ്മറി. അതായത് റീഡ് ചെയ്യുന്നതായിരുന്നു റോം, അതിൻ്റെ കൂടെ പ്രോഗ്രാമും കൂടി ചെയ്യാം പ്രോം, പിന്നീട് അതിനകത്ത് ഇറേസ് കൂടെ ചെയ്യാം, ചേഞ്ച് കൂടെ വരുത്താം, വേണമെങ്കിൽ അത് തിരുത്താം, കളയാം, ഡിലീറ്റ് ചെയ്യാം. അങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന പ്രോമാണ് EEPROM. രണ്ട് രീതിയിൽ അതിൻ്റെ കണ്ടൻസ് ഇറൈസ് ചെയ്യാം. ഒന്ന് ബൈ മീൻസ് ഓഫ് ഇലക്ട്രിസിറ്റി ഓർ അനദർ വൺ ഈസ് യൂസിങ് അൾട്രാ വയലറ്റ് റേസ്. അങ്ങനെ റീറൈറ്റ് ചെയ്യാം. അതാണ് ഇറേസബിൾ പ്രോം, where once programmed instructions can be erased using ultraviolet rays and rewrite. അങ്ങനെ അൾട്രാവയലറ്റ് റേസ് ഉപയോഗിച്ച് ചെയ്യാം. പിന്നീട് ബൈ മീൻസ് ഓഫ് ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് ചെയ്യുന്നതിനാണ് EEPROM എന്ന് പറയും. EEPROM, ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഒൺലി മെമ്മറി. ഓക്കെ, ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഒൺലി മെമ്മറി. അപ്പം പ്രോമിനകത്തുള്ള കണ്ടൻസ് ഇറൈസ് ചെയ്യുന്നത് ബൈ മീൻസ് ഓഫ് ഇലക്ട്രിസിറ്റി ആൻഡ് ദെൻ യു ക്യാൻ റീപ്രോഗ്രാംഡ്. ഓക്കെ, അങ്ങനെ ചെയ്യാം. ഇതാണ് റീഡ് ഒൺലി മെമ്മറിയുടെ ഒരു വേരിയേഷൻ, എക്സ്റ്റൻഷൻസ്. പ്രോം ഉണ്ട്, EEPROM ഉണ്ട്. ഓക്കെ, ഇതതിൻ്റെ ഡിഫറൻസ് ആണ്. റാമിൻ്റെയും റോമിൻ്റെയും ചെറിയൊരു ടേബിളിൽ നിങ്ങൾക്ക് ഓർമ്മിക്കാനായിട്ട് തന്നിരിക്കുന്നു. ഓക്കെ, സ്റ്റാൻഡ്സ് ഫോർ റാൻഡം ആക്സസ് മെമ്മറി, സ്റ്റാൻഡ്സ് ഫോർ റീഡ് ഒൺലി മെമ്മറി. ഡേറ്റ ക്യാൻ ബി മോഡിഫൈഡ്, ദാറ്റ് മീൻസ് റീഡ് ആൻഡ് റൈറ്റ്, റീഡ് റൈറ്റ് മെമ്മറി എന്നും കൂടി പറയാം. ഡേറ്റ കനോട്ട് ബി മോഡിഫൈഡ്, ഓൺലി റീഡ് ഈസ് പോസിബിൾ. റാം ഈസ് വോളട്ടൈൽ ഇൻ നേച്ചർ, ROM is non-volatile in nature. It is used as working memory of a computer. കമ്പ്യൂട്ടറിൻ്റെ മെമ്മറി നമ്മൾ പറയുന്നത് വർക്കിംഗ് മെമ്മറി എന്ന് പറയുന്നത് എന്താണ്? റാമാണ്.
റോം പിന്നെ എന്താണ്? മാനുഫാക്ചറർ നമുക്ക് തരുന്ന മെമ്മറിയാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പം ഇറ്റ് ഈസ് ഡെവലപ്ഡ് ബൈ മാനുഫാക്ചറർ. അത് യൂസ് ചെയ്യുന്നത് ബൂട്ട് സ്ട്രാപ്പിംഗ് അല്ലെങ്കിൽ ബൂട്ടിംഗ് പ്രോസസ്സിനാണ്. ഇറ്റ് ഈസ് യൂസ് ടു സ്റ്റോർ സ്റ്റാർട്ടപ്പ് പ്രോഗ്രാം ബയോസൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് എവിടെയാണ്? റോമിലാണ്. സ്റ്റാർട്ടിംഗ് പ്രോസസ്സിന് വേണ്ടിയിട്ടാണത്. കമ്പ്യൂട്ടർ സ്റ്റാർട്ടിംഗ് പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് കമ്പ്യൂട്ടറിനെ വർക്കബിൾ ഫോമിലേക്ക് കൊണ്ടുവരാനായിട്ട് ഉപയോഗിക്കുന്ന പ്രോഗ്രാമുകളൊക്കെ എവിടെയുണ്ട്? റോമിനകത്തുണ്ട്. റാം ചീപ്പർ, കമ്പാരിറ്റീവ്ലി ചീപ്പർ ദാൻ റോം. റോമിനേക്കാൾ എക്സ്പെൻസ് കുറഞ്ഞതാണ്. റോം ഈസ് മോർ എക്സ്പെൻസീവ്. ഇതൊന്ന് കൺക്ലൂഡ് ചെയ്ത് എഴുതിയിരിക്കുന്നതാണ്. നിങ്ങൾക്ക് ഇത് നോക്കി നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് പോയിൻറ്റ്സ് ഒക്കെ മനസ്സിലാക്കാം. ഓക്കെ. Then third one is called cache memory. RAM, ROM, cache എന്നൊക്കെ പറയാം. Cache is an intermediary memory in between processor and RAM. It is also a small memory. It is expensive. വളരെ ചെറിയ മെമ്മറിയാണ്. പ്രോസസ്സറിനും റാമിനും ഇടയ്ക്കുള്ള ഒരു മെമ്മറിയാണ് എന്ത്? ക്യാഷ് മെമ്മറി. വളരെ ചെറുതാണ്. Data once taken from hard disk through RAM after usage will be shipped to cache memory, and when it is again needed, processor can take access from cache memory. That is എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ചില ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അപ്പോൾ ആ ഇൻസ്ട്രക്ഷനുകളും ഡേറ്റകളും ഫ്രീക്വൻ്റ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് റാമിൽ പോയി എടുക്കാതെ അത്യാവശ്യം വേണ്ടത് എപ്പോഴും ഉപയോഗമുള്ളത് ഫ്രീക്വൻ്റ്ലി യൂസ് ഡേറ്റാസ് ക്യാൻ ബി സ്റ്റോർഡ് ഇൻ ക്യാഷ് മെമ്മറി. ക്യാഷ് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുക. അത് സ്മോൾ മെമ്മറി ആണെന്ന് പറഞ്ഞു, എക്സ്പെൻസീവ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അത് ദാറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ ബിറ്റ്വീൻ പ്രോസസ്സർ ആൻഡ് റാം. റാമിനും പ്രോസസ്സറിനും ഇടയ്ക്കാണ്. അപ്പോൾ റാമിൽ നിന്ന് ഫെച്ച് ചെയ്യുന്നതിനേക്കാളും എളുപ്പമുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും തുടരെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് റാമിൽ നിന്നെടുത്ത് എവിടെ വയ്ക്കാം? ക്യാഷിൽ വയ്ക്കാം. ക്യാഷ് മെമ്മറിയിൽ നിന്ന് നമുക്ക് എവിടെ എടുക്കാം? പ്രോസസ്സറിലേക്ക് എടുത്ത് എളുപ്പത്തിൽ പ്രോസസ്സ് ചെയ്യാം. ദാറ്റ് ഇസ് ഓൾസോ സ്മോൾ മെമ്മറി. അത് എക്സ്പെൻസീവ് ആയതുകൊണ്ട് സ്മോൾ ആണ്. ഏറ്റവും ചീപ്പർ എന്ന് പറഞ്ഞാൽ സെക്കൻഡറി മെമ്മറി. അപ്പോൾ അങ്ങനെയുള്ളൊരു ചെറിയ മെമ്മറിയാണ് എന്ത്? ക്യാഷ് മെമ്മറി. ദാറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ ബിറ്റ്വീൻ പ്രോസസ്സർ ആൻഡ് റാം. അപ്പോൾ അത് ഫ്രീക്വൻ്റ്ലി ആസ്ഡ് അല്ലെ പ്രോസസ്ഡ് ഡേറ്റ ക്യാൻ ബി കെപ്റ്റ് ഇൻ ക്യാഷ് മെമ്മറി. when it is again needed, വീണ്ടും ആവശ്യം വരുമ്പോൾ പ്രോസസ്സറിന് എവിടെ നിന്ന് എടുക്കാൻ എളുപ്പമുണ്ട്? ഇറ്റ് ഈസ് ആക്സസ് ഫ്രം ദ ക്യാഷ് മെമ്മറി. ക്യാഷ് മെമ്മറിയിൽ നിന്ന് എടുക്കും. ക്യാഷ് മെമ്മറി സ്പീഡ് അപ്പ് ദ പ്രോസസ്സർ സ്പീഡ് കൂട്ടാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. ബട്ട് ഹാവ് സ്മോൾ സ്റ്റോറേജ് ഇൻ സൈസ്. ഓക്കെ, ചെറുതാണ്, സ്പീഡ് കൂടുതലാണ്. ഓൾസോ ഇറ്റ് ഈസ് എക്സ്പെൻസീവ് ആയതുകൊണ്ടാണ് സ്പീഡ് സൈസ് കുറയ്ക്കുന്നത്. ഓക്കെ, അതൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ്. ദാറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ ബിറ്റ്വീൻ പ്രോസസ്സർ ആൻഡ് റാം. സോ പ്രോസസ് ക്യാൻ ഈസിലി ഫെച്ച് ഡേറ്റാസ് ഫ്രം ക്യാഷ് മെമ്മറി കമ്പയർഡ് ടു റാമിൽ നിന്ന് എടുക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ എടുക്കാൻ പറ്റും. അത് സ്മോൾ സ്റ്റോറേജ് ആണ്. It will increase the speed up of the program execution. ചെയ്യാനുള്ള സ്പീഡ് ഇത് കൂട്ടും, പ്രോസസ്സിങ്ങിൻ്റെ സ്പീഡ് കൂട്ടും. ഇറ്റ്സ് ഓൾസോ എക്സ്പെൻസീവ്. അതിൻ്റെ ഡ്രോബാക്ക് ആണ്. അപ്പോൾ നമ്മൾ മെമ്മറിയുടെ ഒരു കമ്പാരിസൺ എടുക്കുകയാണെങ്കിൽ ഫാസ്റ്റസ്റ്റ് മെമ്മറി ഏതാണെന്ന് ചോദിച്ചാൽ ആക്ച്വലി നമ്മൾ പറയും രജിസ്റ്ററാണ്. ബിക്കോസ് ഇറ്റ് ഈസ് കെപ്റ്റ് ഇൻ സൈഡ് CPU. ഏറ്റവും സ്മോളുമാണ്. രണ്ടാമത് നമ്മൾ പറയും ക്യാഷ് മെമ്മറി എന്ന് പറയും. സ്പീഡ് സെക്കൻഡ് അതിനും സൈസ് കുറവാണ്, അത് എക്സ്പെൻസീവാണ്. ദെൻ തേർഡ് മൂന്നാമത്തെ മെമ്മറി സ്പീഡ് അനുസരിച്ച് പറയുകയാണെങ്കിൽ റാമാണ്. ദെൻ ലാസ്റ്റായിട്ട് വരും എന്ത്? സെക്കൻഡറി സ്റ്റോറേജ് വരും. ആ ഒരു കമ്പാരിസൺ നമ്മൾ താഴെ പറയുന്നുണ്ട്.
അതിൻ്റെ നേച്ചർ വോളറ്റൈലാണോ നോൺ വോളറ്റൈലാണോ, സൈസ് എങ്ങനെയാണ്, സ്പീഡ് എങ്ങനെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് അതിൻ്റെ കോസ്റ്റ് എങ്ങനെയാണ് ഒരു കമ്പാരിസൺ താഴെ പറയുന്നുണ്ട്. ഇത് നമ്മൾ 3 പറഞ്ഞു, എങ്കിലും ഒരു കൺക്ലൂഷനുണ്ട് ഇവിടെ. അത് കണ്ടാൽ എളുപ്പത്തിൽ മനസ്സിലാവും. ഈ ടേബിൾ ഓർത്തിരുന്നാൽ സ്റ്റോറേജ്, സ്പീഡ്, കപ്പാസിറ്റി, കോസ്റ്റ് ആൻഡ് വോളറ്റൈൽ നേച്ചർ. രജിസ്റ്ററാണ് ഞാൻ പറഞ്ഞില്ലേ, രജിസ്റ്റർ ഫാസ്റ്റസ്റ്റ്. അപ്പോൾ ഏറ്റവും സ്പീഡായിട്ട് നമ്മൾ പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിക്കുന്നതാണ് 1 മാർക്ക് ക്വസ്റ്റ്യനായിട്ട്. ഫാസ്റ്റസ്റ്റ് മെമ്മറി എന്ന് പറയുന്നതാണ് രജിസ്റ്ററാണ്. കപ്പാസിറ്റി ഏറ്റവും ചെറുതാണ്, ലോവസ്റ്റ്. CPU-നുള്ളിലാണല്ലോ ഇരിക്കുന്നത്. കോസ്റ്റ് ഹയസ്റ്റ് ആണ്. കോസ്റ്റ് കൂടുന്നതനുസരിച്ച് അതിൻ്റെ സൈസ് നമ്മൾ കുറയ്ക്കും കേട്ടോ. പിന്നെ വോളറ്റൈൽ, യെസ്, അത് ടെമ്പററി മെമ്മറി ആണെന്ന് പറഞ്ഞല്ലോ. ഓക്കെ. ക്യാഷ്, അത് ഫാസ്റ്റാണ്, ബട്ട് ഇതിലും താഴെയാണ്. കപ്പാസിറ്റി ലോ ആണ്, ഇതിനേക്കാളും ഉണ്ട്, ഏറ്റവും കുറവ് ഇതാണ്. കോസ്റ്റ് ഹൈ ആണ്. ഏറ്റവും എല്ലാത്തിനും ടോപ്പ് നിൽക്കുന്ന രജിസ്റ്റർ തന്നെയാണ്. ഇസ് ഓൾസോ വോളറ്റൈൽ. റാം റോം ഇതിനേക്കാളൊക്കെ താഴെയാണ് സ്പീഡ്, കപ്പാസിറ്റിയും കുറവാണ്, അതുപോലെയല്ല. ഹാർഡ് ഡിസ്ക് സെക്കൻഡറി സ്റ്റോറേജ് ആണ്. നമ്മളിനി അതുകൂടെ താഴോട്ടുണ്ട്, അത് കഴിഞ്ഞിട്ട് ഇത് ഇട്ടാലും മതിയായിരുന്നു അല്ലേ. ഓക്കെ. സെക്കൻഡറി സ്റ്റോറേജ്, ഹാർഡ് ഡിസ്ക്, അത് സ്പീഡ് ഇതിന് ഏറ്റവും ലോവസ്റ്റ് സ്പീഡാണ് കമ്പാരിറ്റീവ്ലി. സെക്കൻഡറി മെമ്മറിയാണ് സ്പീഡ് കുറഞ്ഞത്, ലെസ് സ്പീഡ് കമ്പയർഡ് ടു പ്രൈമറി മെമ്മറി. കപ്പാസിറ്റി ഈസ് വെരി ഹൈ, കപ്പാസിറ്റി കൂടുതലാണ്. ഓൾസോ എക്സ്പെൻസും എന്തായിരിക്കും, കുറവായിരിക്കും. എക്സ്പെൻസ് കുറയുമ്പോൾ നമ്മൾ സ്റ്റോറേജ് കൂട്ടും, എക്സ്പെൻസ് കൂടിയാൽ സ്റ്റോറേജ് കുറയ്ക്കും. അപ്പോൾ ഇത് വെരി ഹൈ കപ്പാസിറ്റി മീൻസ് വെരി ലോ കോസ്റ്റ് ആൻഡ് ഇറ്റ് ഈസ് പെർമനൻറ്റ്. ഓക്കെ, ഇതാണ് ഈ ചാർട്ട് ഓർത്തിരുന്നാൽ നമുക്ക് ഈ 1 മാർക്ക് ക്വസ്റ്റിനൊക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട് നന്നായിട്ട് സാധിക്കും. ഫാസ്റ്റസ്റ്റ് മെമ്മറി എന്ന് പറയുന്നത് രജിസ്റ്റേഴ്സ് ആണ്. വാട്ട് ഈസ് ക്യാഷ് മെമ്മറി എന്ന് ചോദിക്കാറുണ്ട്. ഈ കമ്പാരിസൺ ഓർത്തിരിക്കുക. സെക്കൻഡറി സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ ഈ പ്രൈമറി സ്റ്റോറേജിൻ്റെ ലിമിറ്റേഷൻസ് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഇത് എന്താണ്, കപ്പാസിറ്റി വളരെ കുറവാണ്, കോസ്റ്റ് കൂടിയതാണല്ലോ. അപ്പം സ്പീഡ് ഉണ്ടെങ്കിലും പ്രൈമറി മെമ്മറിക്ക് കപ്പാസിറ്റി കുറവാണ്. നമുക്ക് ഹ്യൂജ് ബൾക്ക് എമൗണ്ട് ഓഫ് ഡേറ്റ, ഇൻസ്ട്രക്ഷൻസ്, പ്രോഗ്രാം, സോഫ്റ്റ്വെയർ ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടി വരുമ്പം നമുക്ക് ഈ പ്രൈമറി മെമ്മറി പോരാ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ സെക്കൻഡറി മെമ്മറി, ചീപ്പായിട്ടുള്ള മെമ്മറി, ചിലവ് കുറഞ്ഞ മെമ്മറി, അപ്പോൾ അതാണ് സെക്കൻഡറി മെമ്മറി. ഓക്സിലറി മെമ്മറി, പ്രൈമറി മെമ്മറി സപ്പോർട്ട് ചെയ്യുന്ന, പെർമനൻ്റ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്ന, ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡേറ്റ ക്യാൻ ബി സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന അങ്ങനെയുള്ള സ്റ്റോറേജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെക്കൻഡറി സ്റ്റോറേജ് എന്ന് പറയുന്നത്. അത് പോർട്ടബിൾ ഉണ്ട്, പോർട്ടബിൾ അല്ലാത്തതും ഉണ്ട്. പോർട്ടബിൾ എന്ന് വെച്ചാൽ കൊണ്ട് നടക്കാൻ പറ്റുന്ന. ഹ്യൂജ് സ്റ്റോറേജ് കണ്ടില്ലേ, അതുകൂടെ പറഞ്ഞിട്ട് മതിയായിരുന്നു ഇത്. ഈ ടേബിള് ഇപ്പോൾ ഓക്കെ അങ്ങ് മേളിലായിപ്പോയി. ആൻഡ് ദ സ്റ്റോറേജ് ഈസ് പെർമനൻറ്റ്. കണ്ട, ഈ ടേബിളിൽ പറഞ്ഞ കാര്യം തന്നെയാണ്. ഹ്യൂജ് സ്റ്റോറേജ് പെർമനൻ്റ് ആണ്, അതുകൊണ്ട് അതിൻ്റെ പ്രൈസ് കുറവായിരിക്കും. യൂഷ്വലി വി സ്റ്റോർ ഡേറ്റ ആൻഡ് പ്രോഗ്രാംസ് ആൻഡ് ഇൻഫർമേഷൻ in secondary storage, but we have to give instructions explicitly for this. Okay, hard disk, CD, DVD, memory stick ഇതെല്ലാം എക്സാമ്പിൾസ് ആണ്. ഇപ്പോൾ സെക്കൻഡറി സ്റ്റോറേജ് ആണ്. നമുക്കത് പോർട്ടബിൾ ആയിട്ട് എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് ഉണ്ട്, പിന്നെ CD-കളെല്ലാം പോർട്ടബിളാണ്, DVDs ഉണ്ട്, മെമ്മറി സ്റ്റിക്ക് ഉണ്ട്, കാർഡുകളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൻ്റെ കുറേ പിക്ചർ ഇമേജാണ്, നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാം. ഫ്ലാഷ് മെമ്മറി, USB, ഫ്ലോപ്പി ഡിസ്ക്, ഇതൊക്കെ നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാവുമെന്ന് അറിയാൻ പാടില്ല.
ഫ്ലോപ്പി ഡിസ്ക്, സിപ്പ് ഡിസ്ക്, CD, റീഡ് റൈറ്റ് പ്ലസ് റീഡ് റൈറ്റ്, only read only CD, DVD, read write, DVD, ROM 6 മാത്രമല്ല, റീഡ് മാത്രം. സ്റ്റോറേജ് ടേപ്പ്, മാഗ്നറ്റിക് ടേപ്പ് എന്നൊക്കെ പറയും. സ്മാർട്ട് മീഡിയ, സ്റ്റോറേജ് ആണ്. റിമൂവ് എക്സ്റ്റേണൽ ഹാർഡ് ഡ്രൈവ്, മൈക്രോ ഡ്രൈവ്, മെമ്മറി സ്റ്റിക്ക്, സ്മാർട്ട് കാർഡ്സ്, ഓൺലൈൻ സ്റ്റോറേജ്, സൈറ്റുകൾ. ഇതും ഡേറ്റ സ്റ്റോർ ചെയ്യുന്ന സൈറ്റുകൾ ഓൺലൈനാണ്. ഇതൊന്നും പോലെ കൊണ്ടു കിടക്കേണ്ട കാര്യമില്ല. ഓൺലൈനിൽ ക്ലൗഡിൽ സ്റ്റോർ ചെയ്തിരിക്കും. മനസ്സിലായി? ഓൺലൈൻ സ്റ്റോറേജ് സൈറ്റ്. അപ്പം നമുക്ക് ഒരു ഡിവൈസിലും സ്റ്റോർ ചെയ്ത് വെക്കേണ്ട, ഓൺലൈനായിട്ട് നമുക്ക് സ്റ്റോറേജ് ക്ലൗഡിൽ സ്റ്റോർ ചെയ്യുന്നു ഡേറ്റകളൊക്കെ. ദാറ്റ് ഈസ് ഓൾസോ എ സെക്കൻഡറി സ്റ്റോറേജ്. മെയിൽ, ഡ്രൈവ്, ഗൂഗിൾ ഡ്രൈവ്, ഗൂഗിൾ നമ്മുടെ മെയിൽ, അതിലൊക്കെ നമ്മുടെ ഡേറ്റകൾ നമുക്ക് സ്റ്റോർ ചെയ്യാം. നമുക്ക് ഈ ഒരു ഡിവൈസിൻ്റെ ആവശ്യമില്ല. മനസ്സിലായി? അതെല്ലാം ഓൺലൈനാണ്. കാർഡുകൾ, മെമ്മറി കാർഡ്, PC കാർഡ്, ഇതെല്ലാം സെക്കൻഡറി സ്റ്റോറേജാണ്. മനസ്സിലായോ? ഇതെല്ലാം പ്രൈമറി സ്റ്റോറേജിൻ്റെ ഡീമെറിറ്റ്സ് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട്, അതിൻ്റെ കോസ്റ്റ്, അതിൻ്റെ കപ്പാസിറ്റി ഒക്കെ ഓവർകം ചെയ്യാൻ വേണ്ടി നമുക്ക് പോർട്ടബിളായിട്ട് കൊണ്ടു നടക്കാം. അങ്ങനെയുള്ള അഡ്വാൻറ്റേജസോട് കൂടിയ മെമ്മറിയാണ് സെക്കൻഡറി മെമ്മറി. ബട്ട് ഇറ്റ് ഈസ് വെരി സ്ലോ കമ്പാരിറ്റീവ്ലി പ്രൈമറി മെമ്മറി. ഓക്കെ, അപ്പോൾ മെമ്മറി ഇവിടെ വെച്ചൊരുവിധം ക്ലോസ് ചെയ്യാണ് നമ്മൾ. പല സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ് ഇതാണ്. ഇത് മെമ്മറിയുടെ ഒരു കമ്പാരിസണാണ്. 3 ടൈപ്സ് ഓഫ് മെമ്മറിയാണ് നമ്മൾ. ക്യാഷ് മെമ്മറി, റാം ആൻഡ് റോം പഠിച്ചു. ഇത് പെരിഫറൽ ഡിവൈസസിൻ്റെ പോർട്ടുകൾ ഏതൊക്കെയാണെന്നാണ്. പിന്നീട് രജിസ്റ്റേഴ്സ്, പിന്നെ ഹാർഡ്വെയർ. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. നെക്സ്റ്റ് ക്ലാസ് അടുത്ത സെക്ഷൻ ആവട്ടെ. ഓക്കെ, താങ്ക് യു. നമ്മളിത് വായിക്കുക, പഠിക്കുക, നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് വയ്ക്കുക. ഓക്കെ.